സംഘടനയായ അമ്മയുടെ ഭരണസമിതിയിലേക്ക് ഇതുവരെ പത്രിക സമർപ്പിച്ചത് 25 പേർ. നവ്യ നായർ, ജഗദീഷ്, ശ്വേത മേനോൻ, കുക്കു പരമേശ്വരൻ, അനന്യ, സരയു മോഹൻ, ജോയ് മാത്യു തുടങ്ങിയവരാണ് പത്രിക സമർപ്പിച്ചത്. 32 വർഷത്തെ ചരിത്രത്തിൽ ഇത്രയും അധികം ആളുകൾ മത്സരിക്കാൻ വരുന്നത് ആദ്യമാണെന്നും ആരോഗ്യകരമായ മത്സരമാണ് നടക്കുന്നതെന്നും അൻസിബ ഹസൻ പ്രതികരിച്ചു. ഇത്തവണ കുറേ പേര് മത്സരിക്കുന്നുണ്ടല്ലോ. എനിക്ക് തോന്നുന്നു എനിക്ക് സന്തോഷം തോന്നിയൊരു കാര്യം അതാണ്. കാരണം അമ്മ ഇപ്പോൾ തുടങ്ങിയിട്ട് 32 വർഷം കഴിഞ്ഞു. 32 വർഷം കഴിഞ്ഞിട്ട് ഇത്രയും വർഷത്തിനിടയിൽ ഇത്രയും അധികം ആളുകൾ മത്സരിക്കാൻ വരുന്നത് ആദ്യമായിട്ടാണ്. അപ്പോൾ തന്നെ നമുക്ക് അവർക്കുണ്ടായിട്ടുള്ള ഒരു പോസിറ്റിവിറ്റി എന്താണെന്ന് മനസ്സിലാക്കാൻ പറ്റും. വിവരങ്ങളുമായി സഖിൻ ആന്റണിയുണ്ട്. സഖിൻ, അമ്മയിൽ നടക്കുന്നത് പൊരിഞ്ഞ പോരാട്ടമാണ്. പൊരിഞ്ഞ പോരാട്ടത്തിലേക്കുള്ള ചുവടുവെപ്പാണ് പത്രികാ സമർപ്പണത്തിലൂടെയൊക്കെ നടന്നിരിക്കുന്നത്. ഈ സാഹചര്യത്തെ എങ്ങനെയാണ് നോക്കിക്കാണുന്നത് സഖിൻ? സംഗീത പറഞ്ഞതുപോലെ തന്നെ ശക്തമായ മത്സരം ഇത്തവണ അമ്മ ഭരണസമിതിയിലേക്ക് നടക്കുമെന്നുള്ളതിന് ഒരു സൂചന ലഭിച്ചു കഴിഞ്ഞിരിക്കുന്നു. ജഗദീഷും ശ്വേതാ മേനോനുമാണ് പ്രസിഡന്റ് സ്ഥാനത്തേക്ക് മത്സരിക്കാൻ തയ്യാറായിരിക്കുന്നത്. ഒപ്പം തന്നെ ജോയ് മാത്യുവിന്റെ ഒരു സംഘം കൂടി മത്സരത്തിലെത്തുന്നുണ്ട്. മാത്രമല്ല നടൻ രവീന്ദ്രൻ കൂടി മത്സരത്തിൽ ഭാഗമാകുന്നു. ശക്തമായ മത്സരം അതുകൊണ്ട് തന്നെ ഇത്തവണ നടക്കുമെന്ന് നമ്മൾക്ക് കരുതേണ്ടി വരും. കാരണം എല്ലാ താരനിരയിൽ മുന്നിൽ നിൽക്കുന്ന താരങ്ങൾ തന്നെയാണ് മത്സരത്തിന് ഇറങ്ങുന്നത്. ആ പേരുകൾ ഇങ്ങനെയൊക്കെയാണ്. നവ്യ നായരുണ്ട്, വിനു മോഹൻ, ബാബുരാജ്, അൻസിബ, കൈലാഷ്, ജയൻ ചേർത്തല, ജഗദീഷ്, സന്തോഷ് കീഴാറ്റൂരുണ്ട്, രവീന്ദ്രനുണ്ട്, അനൂപ് ചന്ദ്രൻ, ഒപ്പം തന്നെ ആശ അരവിന്ദ്, ടിനി ടോം, ശ്വേത മേനോൻ, ശ്രുതി ലക്ഷ്മി, സജിത ബെട്ടി, കുക്കു പരമേശ്വരൻ, ലക്ഷ്മി പ്രിയ, അഞ്ജലി നായർ, നാസർ ലത്തീഫ്, ഉണ്ണി ശിവപാൽ, സരയു മോഹൻ, അനന്യ, രഞ്ജിനി ജോർജ്, ജോയ് മാത്യു 25 പേരാണ് നിലവിൽ പത്രിക നൽകിയിരിക്കുന്നത്. ഇനിയും പത്രിക നൽകാൻ സാധ്യതയുണ്ട്. അതുകൊണ്ട് തന്നെ ഇതൊരു അന്തിമ പട്ടികയായി കരുതാൻ കഴിയില്ല. പക്ഷേ ഇതിൽ തന്നെ നമുക്ക് പേരുകളൊന്നും എടുത്തു നോക്കാം. നവ്യ നായർ ആകട്ടെ, ഒപ്പം തന്നെ രവീന്ദ്രൻ ആയിക്കൊള്ളട്ടെ, കുക്കു പരമേശ്വരനാകട്ടെ, ജോയ് മാത്യു, അങ്ങനെ ബാബുരാജ്, കൂടാതെ എല്ലാവരും തന്നെ ജഗദീഷൊക്കെ ഒരു ട്രംപ് കാർഡ്, തുറുപ്പ് ചീട്ട് തന്നെയാണ്. ഒരു പക്ഷേ പ്രസിഡന്റ് സ്ഥാനത്തേക്ക് നടക്കുന്ന ശക്തമായ മത്സരത്തിന് അത് ശക്തമായ മത്സരമായിരിക്കുമെന്നുള്ള ഒരു പ്രതീതിയായിരിക്കും. ജഗദീഷൊക്കെ മത്സരത്തിന് ഇറങ്ങിക്കഴിഞ്ഞാൽ സ്വാഭാവികമായും കടുത്ത മത്സരമുണ്ടാകും. ശ്വേതാ മേനോൻ പ്രസിഡന്റ് സ്ഥാനത്തേക്ക് മത്സരിക്കുമെന്നുള്ളതാണ് പറയുന്നത്. എന്തായാലും ശക്തമായ മത്സരം അങ്ങനെയാണെങ്കിൽ അത് ആ ഭാഗത്തുണ്ടാകും. രവീന്ദ്രൻ മത്സരിക്കാനുള്ള സാധ്യതയുണ്ട്. ജോയ് മാത്യുവിനെയും തള്ളിക്കളയാൻ കഴിയില്ല പ്രസിഡന്റ് സ്ഥാനത്തേക്ക്. അതുകൊണ്ട് തന്നെ ശക്തമായ ഒരു മത്സരമായിരിക്കും ഇത്തവണ എന്തായാലും നടക്കുക. 25 പേര്, അതും മുൻനിരയിൽ നിൽക്കുന്ന താരങ്ങൾ തന്നെയാണ് ഏറെയും. സംഗീത. ശരി സഹിൻ.